റിപ്പോർട്ടർ ഇംപാക്ട്. കള്ളുഷാപ്പുകൾക്ക് അനധികൃതമായ ലൈസൻസ് കിട്ടിയ സംഭവത്തിൽ ഇടപെട്ട് എക്സൈസ് വകുപ്പ്. എക്സൈസ് വിജിലൻസ് ഓഫീസർ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. വ്യാജരേഖകളിലൂടെ ലൈസൻസ് വാങ്ങി കള്ള് വിൽക്കുന്ന ഷാപ്പുകൾക്കെതിരെ റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. പിന്നാലെയാണ് എക്സൈസ് കമ്മീഷണറുടെ നടപടി. കള്ളിനായി കള്ളം പറഞ്ഞ് വ്യാജരേഖകളിലൂടെ ലൈസൻസ് നേടിയ കള്ള് ഷാപ്പുകളുടെ വിവരം പുറത്തുവിട്ടത് റിപ്പോർട്ടർ. മരിച്ചുപോയവരുടെ പേരിൽ ഉൾപ്പെടെ സമ്മതപത്രം നൽകി മൂവാറ്റുപുഴ, പിറവം റേഞ്ചുകളിലായി ലൈസൻസ് ഒപ്പിച്ചത് 15ഓളം ഷാപ്പുകൾ. ഒരു പന പോലുമില്ലാത്ത തോട്ടങ്ങളിൽ പന ചെത്തുന്നതായിരുന്നു രേഖകൾ. മൂവാറ്റുപുഴ റേഞ്ചിലെ 12ാം ഗ്രൂപ്പിലെ ഷാപ്പുകൾ പാലക്കാട് 65 തെങ്ങ് ചെത്താൻ പെർമിറ്റ് എടുത്തെങ്കിലും ഇതുവരെ ഒരു തെങ്ങ് പോലും ചെത്തി തുടങ്ങിയിട്ടില്ല. റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ എക്സൈസ് വകുപ്പിന്റെ ഇടപെടൽ. വിഷയം അന്വേഷിക്കാൻ എക്സൈസ് വിജിലൻസ് ഓഫീസർക്ക് എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകി. വ്യാജരേഖകൾ സമർപ്പിച്ചിട്ടും എങ്ങനെ ലൈസൻസ് നൽകിയെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് കൃത്യമായ പരിശോധന നടത്തിയില്ലെന്നും ഉൾപ്പെടെ അന്വേഷിക്കാനാണ് നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കണമെന്നും എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഷാപ്പുകൾ കൂടിയുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശം നൽകി. വ്യാജകള്ള് വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനയും കർശനമായി തുടരും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.